നമ്മുടെ ശ്വാസത്തിനും ആയുസ്സിനും അല്ലാഹു നിശ്ചയിച്ച ഒരു കണക്കുണ്ട്. ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സൃഷ്ടിയായി അവൻ നമ്മെ നിയോഗിച്ചപ്പോൾ പ്രകാശമുള്ളൊരു ഹൃദയവും ചിന്തിക്കാൻ ഒരു ബുദ്ധിയുമാണ് നമുക്ക് തന്നത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, എപ്പോഴാണ് നീ ആ വെളിച്ചത്തിൽ നിന്ന് ഇരുളിലേക്ക് വഴിമാറി നടന്നത്? ക്ഷണികമായ ഏതോ ഒരു ലഹരിയുടെ പുകച്ചുരുളുകളിലേക്ക് നീ നിന്റെ ആത്മാവിനെ ഹോമിക്കുമ്പോൾ നീ വിസ്മരിച്ച് കളയുന്നത് നിന്റെ റബ്ബ് നിനക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹത്തെയാണ്, നിന്റെ ഈ ജീവിതത്തെയാണ്. ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കൈകൾ കൊണ്ട് തന്നെ നിങ്ങളെ നാശത്തിൽ തള്ളിയിടരുത്. എന്നാൽ ഇന്ന് ഒരു തുള്ളി മദ്യത്തിലോ ഒരു ചെറിയ ലഹരി മരുന്നിലോ നീ നിന്റെ ജീവിതത്തെ മാത്രമല്ല നിന്റെ പരലോകത്തെയും കൂടിയാണ് കരിച്ചു കളയുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, നീ ലഹരിയുടെ അബോധാവസ്ഥയിൽ ആടിയുലയുമ്പോൾ നിന്റെ വീടിൻ്റെ ഉമ്മറത്ത് ഉറങ്ങാതെ കാത്തിരിക്കുന്ന ഒരു ഉമ്മയുണ്ട്. ഗർഭപാത്രത്തിൽ നിന്നെ ചുമന്ന് ചോരപ്പാലൂട്ടി വളർത്തിയ നിന്റെ ഉമ്മ, നിന്റെ നല്ലൊരു ഭാവിക്കായി വെയിലത്ത് ഉരുകിത്തീർന്ന നിന്റെ ഉപ്പ, അവരുടെ കണ്ണുകളിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണീരും നിന്റെ നാശത്തിലേക്കുള്ള വഴിയാണെന്ന് നീ എന്തേ ചിന്തിക്കാത്തത്? മാതാപിതാക്കളെ നോവിച്ചുകൊണ്ട് അവരെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഏത് സ്വർഗമാണ് നീ കൊതിക്കുന്നത്? നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ലഹരി എന്നത് സർവ്വ തിന്മകളുടെയും താക്കോലാണ്. അത് ബുദ്ധിയെ മറയ്ക്കുന്നു, വിവേകത്തെ ഇല്ലാതാക്കുന്നു, മനുഷ്യനെ മൃഗത്തേക്കാൾ കഷ്ടമായ അവസ്ഥയിലേക്ക് തള്ളിയിടുന്നു. ലഹരിയുടെ പുറകെ പോകുമ്പോൾ നിനക്ക് നഷ്ടപ്പെടുന്നത് കേവലം പണമല്ല, നിന്റെ ഈമാനും അന്തസ്സുമാണ്. ഒടുവിൽ റബ്ബിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കേണ്ടി വരുന്ന ആ ഭയാനകമായ നാളിൽ നിന്റെ ഈ യൗവനത്തെക്കുറിച്ച് നീ എന്ത് മറുപടിയാണ് നൽകുക? ഇരുട്ടുമുറിയിലെ ആ താൽക്കാലിക ആനന്ദം കഴിഞ്ഞ് ലഹരി ഇറങ്ങുമ്പോൾ നിന്റെ മനസ്സ് നിന്നെ വേട്ടയാടാറില്ലേ? ഒരു അനാഥനെപ്പോലെ വഴിതെറ്റിയവനെപ്പോലെ നീ ഒറ്റപ്പെട്ടു പോകുന്നതായി നിനക്ക് തോന്നാറില്ലേ? കൂട്ടുകാരെന്ന വ്യാജേന നിനക്ക് ലഹരി വെച്ചു നീട്ടുന്നവർ നിന്റെ നാശം കണ്ട് ആസ്വദിക്കുന്നവരാണ്. എന്നാൽ നിന്റെ റബ്ബ് നിന്നെ ഒറ്റപ്പെടുത്തിയിട്ടില്ല. നീ എത്ര വലിയ തെറ്റ് ചെയ്തവനാണെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യം നിന്റെ തെറ്റുകളേക്കാൾ വിശാലമാണ്. അവൻ ഖുർആനിലൂടെ നിന്നോട് പറയുന്നു, എൻ്റെ അടിമകളെ, നിങ്ങൾ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. അതെ, ആ കാരുണ്യക്കടലിലേക്ക് തിരികെ നടക്കാൻ നിനക്കിനിയും സമയമുണ്ട്. ആത്മാർത്ഥമായി ഒന്ന് ഖേദിച്ചു മടങ്ങിയാൽ നിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന ഒരു തുള്ളി കണ്ണീര് കൊണ്ട് നിന്റെ ഭൂതകാലത്തെ മുഴുവൻ മായിച്ചു തരാൻ അവൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവനെ, ഇനി ഒരു നിമിഷം പോലും വൈകരുത്. ആ കറുത്ത വഴികളോട് ഇന്നു തന്നെ വിട പറയുക. നിന്റെ കൈകൾ അള്ളാഹുവിലേക്കുയർത്തുക. യാ അല്ലാ, ഞാൻ വഴിതെറ്റിപ്പോയി, എന്നെ നീ കൈവിടരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. നിന്റെ യൗവനം ലഹരിക്ക് കൊടുക്കാനുള്ളതല്ല, അത് സമൂഹത്തിനും നിന്റെ കുടുംബത്തിനും വെളിച്ചമേകാനുള്ളതാണ്. 5 വക്ത് നിസ്കാരത്തിൻ്റെ സുജൂദുകളിൽ നിനക്ക് ലഭിക്കുന്ന ആത്മീയ സുഖമുണ്ടല്ലോ, അതിനേക്കാൾ വലിയൊരു ലഹരിയും ഈ ദുനിയാവിലില്ല. വരൂ, നമുക്ക് കൈകോർക്കാം. നമ്മുടെ നാടിനെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ ഈ വിപത്തിൽ നിന്ന് രക്ഷിക്കാം. ലഹരിയില്ലാത്ത ഈമാനുള്ള ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. അള്ളാഹു നമ്മെ ഏവരെയും നേർവഴിയിൽ നയിക്കട്ടെ. ആമീൻ.